നമ്മളൊരു മീൻ കറിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്തതുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കാളാഞ്ചി മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീൻ നമുക്ക് ആദ്യമേ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മൾ ഇങ്ങനെ മീൻ വരഞ്ഞു കൊടുക്കുന്നത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിഷൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള മീനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് കറി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻകറിയിലേക്ക് കുടംപുളി വേണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുടംപുളി വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വയ്ക്കുക. അപ്പോൾ ചെറിയ ചൂട് വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാൻ. ഞാനിപ്പോൾ ഒരു 3 കഷ്ണം കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ആ പുളി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇളം ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പുളി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കും. അപ്പോൾ ആദ്യമേ ഞാനൊരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷ് കറി വെക്കുമ്പോൾ ആദ്യമേ തന്നെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടികൾ ആദ്യമേ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൊടികളൊന്നും കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറും കുറച്ചും കൂടി ഒന്ന് ചേഞ്ച് ആവും. അതുപോലെ തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ അതുവരെ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഞാനിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുടംപുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുടംപുളി ആ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കിനി ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വലിയ മീനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ മീൻ ഒരു മീനായിട്ട് തന്നെ ഇടുകയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മീൻ വേവാൻ വെച്ചിട്ട് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ എണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിഷ് ആദ്യമേ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി റെഡി ആവുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ മസാലയൊക്കെ കുറച്ചൊന്ന് മീനിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതൊരു 10 മിനിറ്റ് മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആവുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറിയും കൂടി നമ്മൾ ഒന്ന് നോക്കാൻ വിട്ടു പോകരുത്. അപ്പോൾ മീൻ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ സ്പൂണിട്ട് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കരുത്, പതിയെ ഒന്ന് ഇളക്കുകയോ ചെയ്യാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ മീനൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഇനി നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം. മീനൊക്കെ വെന്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന മീനാണ്. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡ് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാളാഞ്ചി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറിയും കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ചാറൊക്കെ നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ചാറ് നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാളാഞ്ചി മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്